ഹായ് എവരി വൺ. നമ്മളുടെ മൊഡ്യൂൾ 3 നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് തുടങ്ങുന്നത്. ഫോർത്ത് സെമ്മിൻ്റെ മൊഡ്യൂൾ 3. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വൺ സാമ്പിൾ ടെസ്റ്റുകളാണ്. വൺ സാമ്പിൾ ടെസ്റ്റിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ടും ഫസ്റ്റത്തെ ടെസ്റ്റുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. Contrary to parametric test, non-parametric tests do not make any restrictive assumptions about the shape of the population distributions. The only requirement for these tests to be applicable is that the population distribution should be continuous. These are known as distribution free or more commonly non-parametric ടെസ്റ്റുകൾ. അതായത് നമ്മുടെ നോൺ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ പറ്റി, ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പിനെ പറ്റി ഒരു അസംഷനും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവിടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റി ആയിരിക്കില്ല ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. അത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയിരിക്കും. The hypotheses of non-parametric tests are concerned with something other than the value of the population parameter. A large variety of such tests have been devised in the recent past, namely chi-square test, sign test, Wilcoxon signed rank test, Mann-Whitney-U test and Grishal-Wallace test. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ ഉള്ളത്. അപ്പോൾ ഇതിലെ ടെസ്റ്റുകളാണ്, ഈ ടെസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ chi-square ടെസ്റ്റ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ chi-square ടെസ്റ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള ടെസ്റ്റുകൾ ഈ മൊഡ്യൂളിൽ വരും. ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് നോൺ പാരാമെട്രിക് മെത്തേഡ്സ്. ഈ നോൺ പാരാമെട്രിക് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? First one, they do not require the assumption that the population is distributed in the shape of a normal curve or any other specific shape. അപ്പോൾ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇന്ന ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ആ കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് എന്നുള്ളത് പറയേണ്ട ആവശ്യം വരുന്നില്ല. സെക്കൻഡ്, ജനറലി ദേ ആർ ഈസിയർ ടു ഡു ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതായ ടെസ്റ്റുകളാണ്. സംടൈംസ് ഈവൻ ഫോർമൽ ഓർഡറിംഗ് ഓർ റാങ്കിങ് ഈസ് നോട്ട് റിക്വയർഡ്. ചില ടെസ്റ്റുകളിൽ നമുക്ക് ഡാറ്റയെ ഓർഡർ ചെയ്യേണ്ടയോ അല്ലെങ്കിൽ റാങ്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരാറില്ല. ലിമിറ്റേഷൻസ്, ദേ ഇഗ്നോർ എ സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ പല കേസിലും ഇപ്പോൾ സൈൻ റാങ്ക് ടെസ്റ്റൊക്കെ സൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയാതെ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ചില ഇൻഫർമേഷനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ദേ ആർ ഓഫൻ നോട്ട് ആസ് എഫിഷ്യൻറ്റ് ഓർ ഷാർപ്പ് ആസ് പാരാമെട്രിക് ടെസ്റ്റ്. ചില സമയത്ത് പാരാമെട്രിക് ടെസ്റ്റിൻ്റെ അത്ര എഫിഷ്യൻറ്റും ഷാർപ്പും അല്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ ആ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. Then the following are some of the typical situations for using non-parametric test. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻ എ കൺസ്യൂമർ ബിഹേവിയർ സർവേ ഫോർ എ ന്യൂ പാക്കേജ് ഡിസൈൻ, the responses are not likely to be normally distributed, but the clustering around two extreme positions with a very few respondents giving a neutral response to the package design. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുക. സംടൈംസ് ദ റെസ്പോൺസസ് ടു എ ക്വസ്റ്റ്യൻ ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് നെയിംസ്, അതായത് നോമിനൽ ഡാറ്റ വരുന്ന കേസിൽ, വിച്ച് കനോട്ട് ബി ട്രീറ്റഡ് ആസ് നമ്പേഴ്സ്. For example, if we ask young graduates, in which part of the country would you like to take up a job and live? The replies could be north, northwest, west or south, etc. Nominal data can be analyzed only by non-parametric methods. ഇത് ഓർത്ത് വയ്ക്കുക, നോമിനൽ ഡാറ്റ നോൺ പാരാമെട്രിക് മെത്തേഡ് കൊണ്ട് മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.
Third, in mailed questionnaire method, the survey, more often partially filled questionnaires are received. നമ്മൾ ക്വസ്റ്റിനെയർ മെയിൽ ചെയ്തിട്ട് നടത്തുന്ന സർവേയിൽ ആ മെയിലിന് റിപ്ലൈ വരുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനൊന്നും ആൻസർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. നോൺ പാരാമെട്രിക് ടെസ്റ്റ് are designed to make necessary adjustment to extract maximum information from the available data. ഉള്ള ഡാറ്റ വെച്ചിട്ട് മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The non-parametric test can be used to provide reasonably good result even for very small samples. ചെറിയ സാമ്പിൾസ് ആണെങ്കിൽ പോലും റീസണബിളി ആയിട്ട് നല്ല റിസൾട്ട് തരാൻ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് കഴിയുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് സൈൻ ടെസ്റ്റ്, വിൽക്കോസൺ മാച്ച്ഡ് പെയർ സൈൻ റാങ്ക് ടെസ്റ്റ്, മീഡിയൻ ടെസ്റ്റ്, ടെസ്റ്റ് ഫോർ റാൻഡംനെസ്, മാൻ-വൈറ്റ്നി യു ടെസ്റ്റ്, ക്രിഷാൽ-വാലിസ് ടെസ്റ്റ്. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 1 സാമ്പിൾ ടെസ്റ്റ്, 2 സാമ്പിൾ ടെസ്റ്റ് ആൻഡ് K സാമ്പിൾ ടെസ്റ്റുകൾ. അപ്പോൾ ഈ ടെസ്റ്റുകളിൽ 1 സാമ്പിളിൻ്റെ ടെസ്റ്റ് ഉണ്ട്, 2 സാമ്പിളിൻ്റെ ടെസ്റ്റ് ഉണ്ട്, K സാമ്പിൾ ഉള്ള ടെസ്റ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 സാമ്പിൾ ടെസ്റ്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ 1 സാമ്പിൾ ടെസ്റ്റ് ആണ്. The 1 sample tests are used to answer the questions such as, first one, is there a significant difference between the observed and expected frequencies? അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സാമ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യും. Is it reasonable to believe that the sample has been drawn from a specified population? അപ്പോൾ ഒരു സാമ്പിൾ ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷൻ നിന്നാണോ എടുത്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1 സാമ്പിൾ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് റീസണബിൾ ടു അക്സെപ്റ്റ് ദാറ്റ് ദ സാമ്പിൾ ഈസ് എ റാൻഡം സാമ്പിൾ ഫ്രം സം നോൺ പോപ്പുലേഷൻ? അപ്പോൾ ആ ഒരു റാൻഡം സാമ്പിൾ നമുക്കറിയാവുന്ന ഒരു പോപ്പുലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും 1 സാമ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യും. The tests which are used to obtain answers to the above question are classified as test for goodness of fit. അപ്പോൾ ഈ ഒരു ടൈപ്പ് ടെസ്റ്റുകളെ നമ്മൾ ടെസ്റ്റ് ഫോർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഇനി 1 സാമ്പിൾ സൈൻ ടെസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ 1 സാമ്പിൾ സൈൻ ടെസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. All tests concerning means based on the assumptions that the samples are taken from a population having roughly the shape of a normal distribution. When this assumption is untenable, the standard test can be replaced by non-parametric test. One such test is the sign test. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും മീൻ്റെ ടെസ്റ്റുകൾ ഓൺ ദ അസംഷൻ ദാറ്റ് ദ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം ദ പോപ്പുലേഷൻ ഹാവിങ് റഫ്ലി ഷേപ്പ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന ടെസ്റ്റുകളിൽ മീൻ്റെ ടെസ്റ്റുകളൊക്കെ എന്താ പറഞ്ഞിരുന്നത്, പോപ്പുലേഷൻ നോർമൽ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നോർമൽ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യാത്തതിൽ, അതായത് പോപ്പുലേഷൻ നോർമൽ ആവാത്ത കേസ് വരുമ്പോൾ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യാം. വൺ സച്ച് ടെസ്റ്റ് ഈസ് ദ സൈൻ ടെസ്റ്റ്. അപ്പോൾ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സൈൻ ടെസ്റ്റ്. മീൻ ടെസ്റ്റ് ചെയ്യാനുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അതായത് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഓർ അപ്രോക്സിമേറ്റ്ലി നോർമൽ ആവാത്ത കേസിൽ നമുക്ക് മീൻ ടെസ്റ്റ് ചെയ്യാൻ സൈൻ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, the one sample sign test is applicable when the sample is taken from a continuous symmetrical population. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ സിമ്മട്രിക് ആയിരിക്കണം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഒറിജിൻ ഏതാണോ ഒറിജിൻ്റെ 2 സൈഡിലേക്ക് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഒറിജിനാക്കി എടുക്കുക, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരേപോലെ ഏരിയ വരണം. അതാണ് സിമ്മട്രിക്കൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സിമ്മട്രിക്കൽ പോപ്പുലേഷൻ ആയിരിക്കണം. In this case, the probability that the sample value is less than mean and the probability that a sample value is greater than mean are both
1/2. അതായത് നമ്മൾ കർവ് സിമെട്രിക് ആണ്, രണ്ട് സൈഡും ഒരുപോലെയാണ് വെച്ചാൽ ഒരു വാല്യൂവിനേക്കാളും വലുത് ഒരു വാല്യൂവിനേക്കാളും ചെറുതും ഉള്ള ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, മീനിൻ്റെ അപ്പുറത്തുള്ള ഏരിയ സെയിം ആയിരിക്കും, മീൻ ആയിരിക്കും സെൻറ്ററിൽ വരിക സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ. സപ്പോസ് വി ആർ ടെസ്റ്റിംഗ് അവർ null hypothesis h0 such that mu is equal to mu naught against a suitable alternative hypothesis by using a sample of size n. The procedure adopted in the sign test is very simple. Each sample value greater than mu naught is replaced by a plus sign and each sample value less than mu naught is replaced by a negative sign. അതായത് നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവും, അതിൽ നമ്മുടെ ടെസ്റ്റ് ഹൈപ്പോത്തസിസിൽ തന്നിട്ടുള്ള മീനിൻ്റെ ഒരു വാല്യൂ ഉണ്ടായല്ലോ, മ്യൂ ഈക്വൽ ടു ഒരു നമ്പർ തന്നിട്ടുണ്ടാവും. ആ നമ്പറിനേക്കാളും വലിയ ഒബ്സർവേഷൻസിനൊക്കെ പോസിറ്റീവും ചെറിയ ഒബ്സർവേഷൻസിനൊക്കെ നെഗറ്റീവും കൊടുക്കുക. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വെൻ ദ ടെസ്റ്റ് the null hypothesis that these plus and minus signs, then നമ്മൾ അത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുക, we test the null hypothesis that these plus and minus signs are the values of a random variable having a binomial distribution with p is equal to 1/2. അതായത് ഇപ്പം നമ്മൾ പ്ലസും മൈനസും കിട്ടിയിട്ടുണ്ടാവും നമുക്ക് കുറേ, അതൊരു റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ റാൻഡം വേരിയബിൾ എന്താ ഫോളോ ചെയ്യുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യാന്നെടുക്കും. കാരണം പ്ലസ് രണ്ട് വാല്യൂസ് അല്ലേ വരുന്നുള്ളൂ, 0, 1 എന്നുള്ള പോലെ തന്നെ രണ്ട് വാല്യൂസ് ആണ് പ്ലസും മൈനസും വരുന്നത്. അപ്പോൾ അതിൻ്റെ പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് പി ഈക്വൽ ടു 1/2 ഈക്വൽ ആണ് രണ്ടിനും എന്നുള്ള രീതിയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത്, എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. In case of any sample value is found to be equal to mu naught, we simply omit it. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ നമ്മൾ മ്യൂ നോട്ടിനേക്കാളും, അതായത് പർട്ടിക്കുലർ വാല്യൂ മ്യൂവിൻ്റെ പർട്ടിക്കുലർ ഹൈപ്പോത്തസിസ് പറയുന്ന ആ പർട്ടിക്കുലർ വാല്യൂവിന് ഈക്വൽ ആയിട്ട് ഏതെങ്കിലും ഒബ്സർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുക. ഓക്കെ, for a small sample, the test is performed by computing the binomial probabilities. For a large sample, the normal distribution is used as an approximation to the binomial distribution. ചെറിയ സാമ്പിൾ ആകുമ്പോൾ നമുക്ക് ബൈനോമിയൽ പ്രോബിലിറ്റീസ് നേരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ടാണ് ചെയ്യുക. വലിയ സാമ്പിൾ ആകുമ്പോൾ നമുക്ക് ബൈനോമിയലിനെ നോർമലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും സെൻട്രൽ ലിമിറ്റ് തിയറം വെച്ചിട്ട്. അങ്ങനെയാണ് അതിൻ്റെ പ്രോബിലിറ്റീസ് കാണാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. It is desired to test the hypothesis that the median value mu of a continuous distribution is 15 against the alternative hypothesis mu greater than 50. 20 observations were taken and the following results were obtained. അപ്പോൾ 20 ഒബ്സർവേഷൻ, അതായത് സാമ്പിൾ സൈസ് 13ൻ്റെ താഴെയാണ്. ഹൈപ്പോത്തസിസ് തന്നിട്ടുണ്ട്, മ്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 15 ആണ്, മ്യൂ ഗ്രേറ്റർ ദാൻ 15 ആണ്. മീഡിയൻ അല്ല കേട്ടോ ശരിക്കും വരുന്നത്, മീൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ മ്യൂ ഈക്വൽ ടു 50 അഗെയിൻസ്റ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 50 ആണ്. അപ്പോൾ 50 ആണ് നമ്മുടെ വാല്യൂ ആയിട്ട്, മ്യൂ നോട്ട് എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട് 70, 80, 60, 60, 70, 90, 40, 30, 19, 21, 22, 11, 9, 12, 14, 17, 23, 18, 17, 16. You may use alpha is equal to 0.05 as a level of significance. ഓക്കെ, നമ്മൾ പ്രോബ്ലം കാണുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നോക്കാം, ടെസ്റ്റ് ഹൈപ്പോത്തസിസ് എഴുതണം. എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മ്യൂ എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഇസ് ഈക്വൽ ടു 15 ആണ്, 15. ദെൻ എഗെയിൻസ്റ്റ് h1 സച്ച് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 15 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മ്യൂ നോട്ട് 50 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലസും മൈനസും അസൈൻ ചെയ്യുക, പോസിറ്റീവും മൈനസ് സൈനുകൾ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 15 കൂടുതലുള്ളതിന് പ്ലസ് കൊടുക്കുക. ഇവിടെ നോക്കുക, 17 പ്ലസ് ആണ്, 18 പ്ലസ് ആണ്, 16, 17, 19 പ്ലസ് ആണ്, വീണ്ടും ഇവിടെ 19, 21, 22, ദെൻ 17, 23, 80, 90, 60 ഇതിനൊക്കെ പ്ലസ് വരും. ദെൻ ഇതിൻ്റെ ഉള്ളിൽ 15 താഴെ ഉള്ളതിന് മൈനസുകൾ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു മൈനസ് സൈനുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സൈനുകൾ കിട്ടും.
ഓക്കെ. ഈ സൈനുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോക്കേണ്ടത് എത്ര പോസിറ്റീവ് സൈൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്ലസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര പ്ലസ് ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കുക. അപ്പോൾ ഇവിടെ 14 പ്ലസ് ഉണ്ട്. ഈ പ്ലസ്സുകളിൽ നമുക്ക് 14 എണ്ണം ഉണ്ട്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ 14 പ്ലസ് സൈൻസ് ഒബ്സർവ്ഡ് ഇൻ 20 ട്രയൽസ് സപ്പോർട്ട്സ് ദ നൾ ഹൈപ്പോത്തസിസ് P equal to 1/2 or the alternative P greater than 1/2. അതായത് നമ്മൾ ഇനി ഇവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോത്തസിസ് മാറും. പ്ലസും മൈനസും ഇട്ട് കഴിഞ്ഞാൽ P is equal to 1/2 ആണോ അല്ലയോ എന്നുള്ളതാണ് പിന്നെ ടെസ്റ്റ് വരാം. അപ്പോൾ നമ്മൾ സൈൻസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയലായിട്ട് മാറും. ഓക്കെ. We can find that for n is equal to 20 and p is equal to 1/2, the probability of 14 or more success is 0.05. അതായത് നമ്മൾ എങ്ങനെയാണ് ബൈനോമിയൽ പ്രോബിലിറ്റി കാണാം? ബൈനോമിയലിലെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ പി ഈസ് ഈക്വൽ ടു 1/2 തന്നിട്ടുണ്ട് അണ്ടർ എച്ച് നോട്ട്. അപ്പോൾ ക്യൂവും 1/2 ആയിരിക്കും. ദെൻ എൻ ഇസ് ഈക്വൽ ടു 20 സാമ്പിൾസ് ആണുള്ളത്. ഇനി കാണേണ്ടത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 ആണ്. 14 പ്ലസ് പോസിറ്റീവ് സയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു 14 പോസിറ്റീവ് സയൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ പോസിറ്റീവ് സയൻസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആവോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബിലിറ്റീസ് ആഡ് ചെയ്യണം. ഏതൊക്കെ പ്രോബിലിറ്റീസ്? 40 മുതൽ 20 വരെയുള്ള. അപ്പോൾ ഈ പ്രോബിലിറ്റി കാണാൻ നമുക്ക് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ 40 മുതലുള്ള എല്ലാ വാല്യൂസും എടുക്കുന്നതിൻ്റെ പ്രോബിലിറ്റീസ് ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 14 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15 പ്ലസ് അങ്ങനെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 20 വരെയുള്ള സം ഉണ്ടാവും. ആ സമ്മിൽ അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 14 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ഡെൻസിറ്റി ഫംഗ്ഷനിൽ എക്സിന് 40 കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് വരിക. അപ്പോൾ ആ പ്രോബബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 0.05 എന്നുള്ള വാല്യൂ ആണ്. ആൻഡ് സിൻസ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 0.05, അത് ഈക്വൽ ടു 0.05 ആണ്, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആവണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 നമ്മുടെ ആൽഫ എടുത്തതിന് ഈക്വലോ കുറവോ ആണെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ആണെങ്കിലാണ് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 0.05 ആണ്. അതുകൊണ്ട് വി റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്തായിരുന്നു? Therefore the median value of the distribution അല്ലെങ്കിൽ മീൻ ആണ് ശരിക്കും വരും, മ്യൂ അല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 15. You may please note that in the above example both np and n into 1 minus p are greater than 5. Therefore we could have used normal approximation to binomial distribution. We will illustrate with an example. അതായത് നമ്മൾ ഈ കേസിൽ എൻ പിയും എൻ ഇൻറ്റു 1 മൈനസ് പിയും കണ്ടു കഴിഞ്ഞാൽ 5നേക്കാൾ കൂടുതലാണ്. ആ കേസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുക, അതായത് ലാർജ് സാമ്പിൾ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോബ്ലം. The data given below is on a large industrial plant's daily emission of sulfur oxides in tons. അപ്പോൾ വാല്യൂസ് തന്നിട്ടുണ്ട്. Use the one sample sign test to test the null hypothesis that the plant's true average daily emission of sulfur oxide is mu is equal to 23.5 tons against the alternative hypothesis mu less than 23.5 tons at 0.05 level of significance. അപ്പോൾ നമ്മുടെ മ്യൂ നോട്ട് എന്ന് പറയുന്നത് 23.5 ആണ്, ആൽഫ 0.05 ആണ്. അപ്പോൾ ഇതിൽ 23.5ന് മുകളിലുള്ള വാല്യൂസ് ഏതൊക്കെയാണോ അതിനൊക്കെ പോസിറ്റീവ് കൊടുക്കുക, ദെൻ ബാക്കിയുള്ളതിന് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു വരുമ്പോൾ നമുക്ക് 11 പ്ലസ് സയൻസും 29 മൈനസ് സയൻസും കിട്ടും.
അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താ? നേരത്തെ പോലെ തന്നെ ബൈനോമിയൽ പോപ്പുലേഷൻ ആണെന്ന് എടുത്തിട്ടാണ് എച്ച് നോട്ട് സച്ച് ദാറ്റ് പി ഈസ് ഈക്വൽ ടു 1/2 എഗെയിൻസ്റ്റ് എച്ച് വൺ സച്ച് ദാറ്റ് പി ലെസ് ദാൻ 1/2. അപ്പോൾ അവിടെ നേരത്തെ ബൈനോമിയൽ പ്രോബബിലിറ്റി കണ്ടതിന് പകരം ഇവിടെ നമ്മൾ ലാർജ് സാമ്പിളാണ്, സാമ്പിൾ സൈസ് 40 ആണ്. അപ്പോൾ 40ക്ക് നമ്മൾ എന്തെടുക്കാം? നോർമൽ അപ്രോക്സിമേഷൻ ആണ് എടുക്കുക. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഫോളോ ചെയ്യും, എക്സ് മൈനസ് എൻ പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ്, ഇത് എക്സ് അല്ല ഇത് എക്സ് ബാർ ആണ് കേട്ടോ, എക്സ് ബാർ മൈനസ് എൻ പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട് ഈക്വൽ ടു, ഇപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 11 ആണ്. അതായത് നമുക്ക് എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ട് അതാണ് ഇവിടുത്തെ നമ്മളെ റാൻഡം വേരിയബിൾ. ഇവിടുത്തെ റാൻഡം എക്സ് തന്നെയാണ് കേട്ടോ, റാൻഡം വേരിയബിൾ എക്സ് ആണ്. അതായത് എത്ര പോസിറ്റീവ് സൈൻസ് ഉണ്ട്. അപ്പോൾ 11 പോസിറ്റീവ് സൈൻസ് ആണ്. അപ്പോൾ ആ 11 പോസിറ്റീവ് സൈൻസ് ആണ് ഇവിടെ എഴുതുന്നത്. അത് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എൻ പി നോട്ടാണ് വരിക. അപ്പോൾ എക്സ് മൈനസ് എൻ പി നോട്ട്, പി നോട്ട് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ തന്നെയാണ് വരുന്നത്, പി നോട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ പി നോട്ട് ഇൻറ്റു 1 മൈനസ് പി നോട്ട്, അതായത് എൻ പി നോട്ട് ഇൻറ്റു ക്യൂ നോട്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2.85 കിട്ടും. ഇനി നമുക്ക് മോഡുലസ് ഓഫ് സെഡ് വാല്യൂ ആണ് നമ്മൾ നോക്കാറ് ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാൻ. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് കാൽക്കുലേറ്റഡ് സെഡ് ഈസ് മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2.85. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ടേബിളേറ്റഡ് സെഡ് ഈസ് mod z is equal to 1.645 at alpha is equal to 0.05. mod z ന്റെ വാല്യൂ ആൽഫ 0.05ന് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.645 കിട്ടും. നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്, അതുകൊണ്ട് നമ്മൾ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും. അതായത് we conclude that the plant's true average daily emission of sulfur oxide is less than 23.5 tons. Okay, thank you.